Good afternoon. Good afternoon, Miss. Good afternoon. നല്ലായിരുന്നു കേട്ടോ. നന്നായിരുന്നു. കുറച്ചുകൂടി പഠിച്ചിട്ട് നന്നായിട്ട് എഴുതായിരുന്നു. നിങ്ങളുടെ കഴിഞ്ഞെന്നാണോ പറഞ്ഞ? ഇല്ല, ഒക്ടോബർ 19. നവംബർ 19 അല്ലേ? ഒക്ടോബർ ഈ മാസം. നിങ്ങൾ 2014 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യണേ. 2014 കുറച്ച് പേരൂടി വരുമെന്ന് നോക്കട്ടെ കേട്ടാ. ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാം. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട 1992 ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട 1992 ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം എവിടെയാണ്? റിയോ ഡി ജനീറോ. റിയോ ഡി ജനീറോയാണ് കേട്ടോ.
കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട 1992 ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം റിയോ ഡി ജനീറോയിലാണ് ആദ്യ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഉച്ചകോടി നടന്നത്. 2014 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 2014 ക്വസ്റ്റ്യൻ പേപ്പർ. ജലക്ഷാമം തരണം ചെയ്യുക, ജലം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കാൻ ആരംഭം കുറിച്ച സംഘടന ഏതാണ്? ജലക്ഷാമം തരണം ചെയ്യുക, ജലം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കാൻ ആരംഭിച്ച സംഘടന ഏതാണ്? ഏത് സംഘടനയാണ്? ഏത് സംഘടനയാണ് അറിയാമോ? യുനെസ്കോ ആണോ, UNDP ആണോ, UNEP ആണോ, FAO ആണോ? കാർഷിക സംഘടനയാണോ, ഐക്യരാഷ്ട്ര പരിസ്ഥിതി പദ്ധതിയാണോ, ഐക്യരാഷ്ട്ര വികസന പദ്ധതിയാണോ, വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടനയാണോ? ഏതായിരിക്കാം ജലക്ഷാമം തരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ലോക ജലദിനമായി ആചരിക്കാൻ ആരംഭിച്ച ആദ്യ സംഘടന ഏതായിരിക്കാം? കാർഷിക സംഘടന. യെസ്, FAO അല്ലെ, കാർഷിക സംഘടന. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ കേട്ടോ, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. ഇന്ത്യയിൽ ഏത് ധനകാര്യ സ്ഥാപനമാണ് വായ്പാ പണം പ്രദാനത്തെ നിയന്ത്രിക്കുന്നത്? RBI ആണ് വായ്പാ പണപ്രദാനത്തെ നിയന്ത്രിക്കുന്നത്. റഷ്യൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? റഷ്യൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഭിലായിലാണ് കേട്ടോ. ഭിലായിലാണ് റഷ്യൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥിതി ചെയ്യുന്നത്. ഭിലായിലാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? പട്ടാഭി സീതാരാമയ്യ. ആണോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് JP കൃപാലിനിയാണ് കേട്ടോ. JP കൃപാലിനിയാണ്. എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. JP ആൻസർ എന്താ പറഞ്ഞത്? പട്ടാഭി സീതാരാമയ്യ സ്വാതന്ത്ര്യത്തിന് ശേഷമാണെന്ന് തോന്നുന്നു, കിട്ടിയപ്പോഴല്ലാന്ന് തോന്നുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് JP കൃപാലിനിയാണ്. ഓക്കെ, നോക്കാം, ചെക്ക് ചെയ്യാം. പാരാദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാരാദ്വീപ് തുറമുഖം ആന്ധ്ര. ഒഡീഷയിലാണ്. ഡൗട്ടുണ്ടോ? ഇല്ല. നിർഭയ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? അതിനെ കുറിച്ച് വായിക്കാം, ഓപ്ഷൻസ് വായിക്കാം, നോക്കുക കേട്ടോ. വൃദ്ധജനങ്ങളുടെ സംരക്ഷണം, വിദേശത്തു നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം, സ്ത്രീ സുരക്ഷിതത്വം, പ്രകൃതി ദുരന്ത സംരക്ഷണം. സ്ത്രീ സുരക്ഷിതത്വം. ഓക്കെ. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചതാര്? സൈലന്റ് സ്പ്രിംഗ് റേച്ചൽ കേഴ്സൺ ആണ് സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം രചിച്ചത്. പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട്.
നിർവാത മേഖല എന്ന് വിളിക്കുന്നത് ഏത് മർദ്ദന മേഖലയാണ്? നിർവാത മേഖല എന്ന് വിളിക്കുന്നത് ഏതാണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഇതിനെയാണ് നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രം എന്ന് വിളിക്കുന്നത്. ഡോൾഡ്രം എന്ന് വിളിക്കുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. ഷിപ്കില ചുരം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഷിപ്കില ചുരം. ഷിപ്കില ചുരം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഹിമാചൽ പ്രദേശ്. യെസ്, വെരി ഗുഡ്. ഹിമാചൽ പ്രദേശിലാണ് ഷിപ്കില ചുരം. പോസ്റ്റ് ഇൻഡെക്സ് നമ്പറുകൾ അതായത് പിൻ നമ്പറുകൾ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ വർഷം ഏത് വർഷമാണ് പിൻ നമ്പർ ഉപയോഗിക്കാൻ തുടങ്ങിയത്? 1972 മുതലാണ് കേട്ടോ. 1972 മുതലാണ് പിൻ നമ്പറുകളെ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പോസ്റ്റ് ഇൻഡെക്സ് നമ്പർ പിൻ. പോസ്റ്റ് ഇൻഡെക്സ് നമ്പർ ആണ് പിൻ നമ്പർ. ഓക്കെ, 1972 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയ വർഷം. മൈക്കല നദിയുടെ ആൻസർ ആണ് ഞാൻ പറഞ്ഞത്. മഹാനദിയുടെ ഉത്ഭവസ്ഥാനം ഏത്? മഹാനദിയുടെ ഉത്ഭവസ്ഥാനമാണ് മൈക്കല മലനിരകളാണ് മഹാനദിയുടെ ഉത്ഭവസ്ഥാനം. ഇന്ത്യൻ പ്രസിഡന്റ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആർക്കാണ്? ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സ്പീക്കർ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. യെസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനാണ് ഇന്ത്യൻ പ്രസിഡന്റ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഓക്കെ, കേരളത്തിൽ ഇൽമൈനൈറ്റും മോണൈസൈറ്റും നിക്ഷേപം ഏറ്റവും കൂടുതലായി കാണുന്ന ജില്ല? കേരളത്തിൽ ഇൽമനൈറ്റിന്റെയും മോണോസൈറ്റിന്റെയും നിക്ഷേപം ഏറ്റവും കൂടുതലായി കാണുന്ന ജില്ല ഏത്? കേരളത്തിൽ കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിലാണ് മോണോസൈറ്റിന്റെയും ഇൽമൈറ്റിന്റെയും നിക്ഷേപം ഏറ്റവും കൂടുതലായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ,
മിസ് പോയി. നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് വന്നതാണേ. ഓക്കെ, അന്തരീക്ഷത്തിലെ താഴ്ന്ന വിതാനങ്ങളിൽ ചാരനിറത്തിലോ കറുപ്പ് നിറത്തിലോ കാണുന്ന മഴമേഘങ്ങളെ പറയുന്ന പേര്? നിംബസ്. നിംബസ് മേഘങ്ങൾ. ഓക്കെ. മികച്ച ചലച്ചിത്രത്തിനുള്ള 91ാമത് ഓസ്കാർ അവാർഡ് നേടിയ ചിത്രം? മികച്ച ചലച്ചിത്രത്തിനുള്ള 91ാമത് ഓസ്കാർ അവാർഡ് നേടിയ ചിത്രം ഏതാണ്? ആൻസർ ഗ്രീൻ ബുക്ക് എന്ന ചിത്രമാണ് കേട്ടോ. ഗ്രീൻ ബുക്ക് എന്ന ചിത്രമാണ് മികച്ച ചലച്ചിത്രത്തിനുള്ള 91ാമത്തെ അവാർഡ് നേടിയത്, ഓസ്കാർ അവാർഡ് നേടിയത്. ഗ്രീൻ ബുക്ക്. ഫത്തേപൂർ സിക്രി എന്ന തലസ്ഥാന നഗരം സൃഷ്ടിച്ച മുഗൾ ചക്രവർത്തി? ഫത്തേപൂർ സിക്രി എന്ന തലസ്ഥാന നഗരം സൃഷ്ടിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? അക്ബർ ചക്രവർത്തിയാണ് കേട്ടോ. അക്ബർ. ഫത്തേപൂർ സിക്രി എന്ന തലസ്ഥാന നഗരം സൃഷ്ടിച്ച മുഗൾ ചക്രവർത്തിയാണ് അക്ബർ. 1741 കുളച്ചൽ യുദ്ധം ആരെല്ലാം തമ്മിലായിരുന്നു? 1741 ഡച്ചുകാരും. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. 1741 കുളച്ചൽ യുദ്ധം. ഭൂമിയെ സംരക്ഷിക്കുന്ന ഓസോൺ പാളി അന്തരീക്ഷത്തിന്റെ ഏത് മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഭൂമിയെ സംരക്ഷിക്കുന്ന ഓസോൺ പാളി എവിടെയാണ്? ഓസോൺ പാളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഐക്യരാഷ്ട്രസഭ കുട്ടികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുകയും കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നടത്തുകയും ചെയ്ത വർഷം? ഐക്യരാഷ്ട്രസഭ കുട്ടികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുകയും കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നടത്തുകയും ചെയ്ത വർഷം? 1900 എത്രയാണ്? 1989 ആണ് കേട്ടോ. 1989. കുട്ടികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുകയും അവകാശ പ്രഖ്യാപനം നടത്തുകയും ചെയ്ത വർഷമാണ് 1989. 1989. മാർക്ക് സുക്കർബർഗ് താഴെ പറയുന്നതിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെടുന്നു? മാർക്ക് സുക്കർബർഗ് താഴെ പറയുന്നതിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെടുന്നു? ഇമെയിൽ, സൂപ്പർ കമ്പ്യൂട്ടർ, ആനിമേഷൻ, ഫേസ്ബുക്ക്. ഏതാണ്? ഫേസ്ബുക്ക്. ഫേസ്ബുക്ക് ആണ്. വ്യവസായ മലിനീകരണത്തിന്റെ ഫലമായുണ്ടായ
മാർജാര നൃത്തരോഗം ആദ്യമായി കാണപ്പെട്ട രാജ്യം. വ്യവസായ മലിനീകരണത്തിന്റെ ഫലമായി ഉണ്ടായ മാർജാര നൃത്തരോഗം ആദ്യമായി കാണപ്പെട്ട രാജ്യം. ഏത് രാജ്യമാണ് മർജരാജ നൃത്തരോഗം? ജപ്പാനിലാണ് കേട്ടോ. മാർജരാജ നൃത്തരോഗം ജപ്പാനിലാണ് ആദ്യമായി കാണപ്പെട്ടത്. വ്യവസായ മലിനീകരണവുമായി ബന്ധപ്പെട്ട് വന്ന രോഗമാണ് മാർജാര നൃത്തരോഗം. അത് ജപ്പാനിലാണ് ആദ്യമായിട്ട് കാണപ്പെട്ടത്. ജപ്പാൻ. ഇന്ദിര ആവാസ് യോജന എന്ന ഗ്രാമവികസന പദ്ധതിയുടെ എന്ത് ഉദ്ദേശത്തു കൂടിയാണ് ആരംഭിച്ചിരിക്കുന്നത്? ഇന്ദിര ആവാസ് യോജന എന്ന ഗ്രാമവികസന പദ്ധതി ഭവന നിർമ്മാണം. ഇന്ദിര ആവാസ് യോജന ഗ്രാമവികസന പദ്ധതി ഭവന നിർമ്മാണം. അന്തർദേശീയ ഓസോൺ ദിനമായി ആചരിക്കുന്നത്. അന്തർദേശീയ ഓസോൺ ദിനം സെപ്റ്റംബർ 16. സെപ്റ്റംബർ 11. ഇന്ത്യയിൽ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമായ ആപ്പിൾ വിക്ഷേപിച്ചതെന്നാണ്? ഏത് വർഷമാണ് ആപ്പിൾ വിക്ഷേപിച്ചത്? ഇന്ത്യയിൽ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമായ ആപ്പിൾ വിക്ഷേപിച്ചത് 1981 കേട്ടോ. 1981 ഇതിൽ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമായ ആപ്പിൾ വിക്ഷേപിച്ചത്. സമ്പദ്ഘടനയിലെ ഏത് മേഖലയിലാണ് ഇൻഷുറൻസ് ഉൾപ്പെടുന്നത്? സമ്പദ്ഘടനയിലെ ഏതു മേഖലയിലാണ് ഇൻഷുറൻസ് ഉൾപ്പെടുന്നത്? ഏത് മേഖലയിലാണ്? തൃതീയ മേഖല. തൃതീയ മേഖലയിലാണ് ഇൻഷുറൻസ് ഉൾപ്പെടുന്നത്. ഓക്കെ. കേരളത്തിലെ ആദ്യ സ്വകാര്യ ബാങ്കായ നെടുങ്ങാടി ബാങ്ക് പിന്നീട് ഏത് ബാങ്കിലാണ് ലയിപ്പിച്ചത്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. യെസ്, പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ടാണ് നെടുങ്ങാടി ബാങ്ക് ലയിപ്പിച്ചത്. ഇന്ത്യയിൽ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? അത് വ്യത്യാസം ഉണ്ടാവും. ഇത് 2014 ക്വസ്റ്റ്യൻ വിട്ടേക്കോട്ടോ. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. ഓക്കെ. വെർമി കൾച്ചർ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. വെർമി കൾച്ചർ കേട്ടോ. തേനീച്ച, മണ്ണിര, ഷഡ്പദം, പട്ടുനൂൽപ്പുഴു. മണ്ണിര. വെർമി കൾച്ചർ മണ്ണിര കേട്ടോ. വെർമി കൾച്ചർ മണ്ണിര. ഭാരതരത്ന ലഭിച്ച CN റാവു ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഭാരതരത്ന ലഭിച്ച CNR റാവു ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കേട്ടോ. CNR റാവു ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിനാണ് ഭാരതരത്ന ലഭിച്ചത്. ഇന്ത്യയിലെ പ്രഥമ ചൊവ്വ പര്യവേഷണ ദൗത്യമായ മംഗൾയാൻ ഏത് കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത്? ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേഷണ ദൗത്യമായ മംഗൾയാൻ ഏത് കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത്? ശ്രീഹരിക്കോട്ട. ആൻസർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ചൊവ്വ പര്യവേഷണ ദൗത്യമായ മംഗൾയാൻ വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് മംഗൾയാൻ വിക്ഷേപിച്ചത്. ഓർക്കുക. 2017 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത്. 2017 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരാണ്? സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് കസുവോ ഇഷിഗുരു ആണ് കേട്ടോ. കസുവോ
കസുവോ ഇഷിഗുരു. കസുവോ ഇഷിഗുരു ആണ് 2017 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാന ജേതാവായത്. കസുവോ ഇഷിഗുരു. കസുവോ ഇഷിഗുരു. കസുവോ ഇഷിഗുരു. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണ് ഏതു പേരിൽ അറിയപ്പെടുന്നു? റിഗർ മണ്ണ്. റിഗർ. റിഗർ അല്ലെ? ഓക്കെ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വാതകം ഏതാണ്? നൈട്രജൻ. നൈട്രജൻ. ഹൈഡ്രജൻ. ഓക്കെ. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത്? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത്? ചൗരി ചൗര ചൗര സംഭവം. ചൗരി ചൗര സംഭവം. ഓക്കെ. ഏത് വർഷമാണത് ചൗരി ചൗര? 1922. 1922. വർഷങ്ങൾ ഓർമ്മിക്കുക കേട്ടോ. കൃഷിയും ഗ്രാമവികസനവും ലക്ഷ്യമാക്കി ഇന്ത്യയിൽ നബാർഡ് സ്ഥാപിച്ച വർഷം ഏതാണ്? നബാർഡ് എന്താണ്? 1982. 1982. പീറ്റർ ഹിഗ്സ് ഏത് ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനാണ്? പീറ്റർ ഹിഗ്സ്. സാമ്പത്തിക ശാസ്ത്രം, മനഃശാസ്ത്രം, ഗണിതശാസ്ത്രം, ഭൗതിക ശാസ്ത്രം. ഏതാണ് പീറ്റർ ഹിഗ്സ്? സാമ്പത്തിക ശാസ്ത്രം അല്ല, ഭൗതിക ശാസ്ത്രമാണ് കേട്ടോ. പീറ്റർ ഹിഗ്സ് ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനാണ്. പീറ്റർ ഹിഗ്സ് ഭൗതിക ശാസ്ത്രം. കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ തമിഴ്നാട്. തമിഴ്നാടാണ് കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. കോർവെ താപവൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോർവ താപവൈദ്യുതി നിലയം എവിടെയാണ്? കോർവ താപവൈദ്യുതി നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡിലാണ് കേട്ടോ. ഛത്തീസ്ഗഡ്. കോർവ താപവൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ സിറിൽ റാഡ്ക്ലിഫ്. സിറിൽ റാഡ്ക്ലിഫ് ആണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയത്. സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് ആരംഭിച്ച വർഷം? 1952. 1952. ഓക്കെ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ. മിശ്ര സമ്പദ് വ്യവസ്ഥ, മിക്സഡ് ഇക്കോണമി. ഓക്കെ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? എം എസ് സ്വാമിനാഥൻ. ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത്? ഇന്ദിരാഗാന്ധി. യെസ്, ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമായിട്ട് ആചരിക്കുന്നത്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ വനിതാ ചെയർമാൻ? ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ വനിതാ ചെയർമാൻ ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധിയാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ വനിതാ ചെയർമാൻ.
ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857. 1857. ഓക്കെ. INS സിന്ധുരക്ഷ എന്ന അന്തർവാഹിനി കപ്പലിൽ സിന്ധുരക്ഷ എന്ന അന്തർവാഹിനി കപ്പലിൽ 3.5 മണിക്കൂർ സമുദ്രയാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? APJ APJ അബ്ദുൽ കലാം. യെസ്, APJ അബ്ദുൽ കലാം. ഓക്കെ. ലോങ് വാക്ക് ടു ഫ്രീഡം. ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? ലോങ് വാക്ക് ടു ഫ്രീഡം. ലോങ് നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേരാണ് ലോങ് വാക്ക് ടു ഫ്രീഡം. ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേരാണ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവ്? ലാലാ ലജ്പത് ലാലാ ലജ്പത് റായ്. ഓക്കെ. സുനാമി ബാധിതരുടെ നാശനഷ്ടം നടന്ന ഇന്തോനേഷ്യയിലെ നടത്തിയ രക്ഷാപ്രവർത്തനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സുനാമി ബാധിത നാശനഷ്ടം നടന്ന ഇന്തോനേഷ്യയിലെ നടത്തിയ രക്ഷാപ്രവർത്തനം ഏത് പേരിൽ? ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ കോക്കൂർ, ഓപ്പറേഷൻ ഗംഭീർ, ഓപ്പറേഷൻ ഡെസേർട്ട്. ഏതാണ്? ഓപ്പറേഷൻ ഡെസേർട്ട് ആണോ? ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ ഗംഭീർ ആണ് കേട്ടോ. ഓപ്പറേഷൻ ഗംഭീർ ആണ് സുനാമി ബാധിത നഷ്ടത്തിന് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ പേര് ഇന്തോനേഷ്യയിലെ കേട്ടോ. ഓപ്പറേഷൻ ഗംഭീർ. ഓപ്പറേഷൻ ഗംഭീർ. നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം? ട്രോപ്പോസ്ഫിയർ. യെസ്, ട്രോപ്പോസ്ഫിയറിലാണ് നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി? പമ്പ. പമ്പ നദി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ നദി. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം മംഗൾയാൻ. പ്ലാറ്റിനം ജൂബിലി നടത്തുന്നത് ഏത് വർഷമാണ്? പ്ലാറ്റിനം ജൂബിലി 75. യെസ്, 75 വർഷം. കേരള നിയമസഭാ അംഗമായ ആദ്യത്തെ IAS ഓഫീസർ? കേരള നിയമസഭാ അംഗമായ ആദ്യത്തെ IAS ഓഫീസർ? അൽഫോൺസ് കണ്ണന്താനം. അൽഫോൺസ് കണ്ണന്താനമാണ് കേരള നിയമസഭാ അംഗമായ ആദ്യത്തെ IAS ഓഫീസർ. അൽഫോൺസ് കണ്ണന്താനം. അൽഫോൺസ് കണ്ണന്താനം. കേരള നിയമസഭാ അംഗമായ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണ സുതാര്യത ഉറപ്പുവരുത്തുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമം. യെസ്, വെരി ഗുഡ്. വിവരാവകാശ നിയമം കേട്ടോ. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണ സുതാര്യത ഉറപ്പുവരുത്തുന്ന നിയമമാണ് വിവരാവകാശ നിയമം. CNN ഏത് രാജ്യത്തിന്റെ TV ചാനലാണ്? CNN ഏത് രാജ്യത്തിന്റെ TV ചാനലാണ്? CNN. ബ്രിട്ടൻ, USA? എന്താണ്? USA. USAയുടെ ചാനലാണ് CNN. CNN USAയുടെ ചാനലാണ്. ഭാരതരത്ന ലഭിച്ച ഏക ഇന്ത്യൻ ക്രിക്കറ്റ് താരം? സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ. ഭൗമദിനം അറിയപ്പെടുന്നത്? ഭൗമദിനം ഏതാണ്? ഏപ്രിൽ 22. യെസ്, ഏപ്രിൽ 22 ആണ് ഭൗമദിനം.
ഏപ്രിൽ 22 ഭൗമദിനം. ബുക്കർ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത. ബുക്കർ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത. എലീനർ കാറ്റൺ. എലീനർ കാറ്റൺ ആണ് ബുക്കർ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത. എലീനർ കാറ്റൺ. എലീനർ കാറ്റൺ. എലീനർ കാറ്റൺ ആണ് പ്രായം കുറഞ്ഞ ബുക്കർ സമ്മാനം നേടിയ വനിത. സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്കും തമ്മിൽ ലയിപ്പിച്ച് രൂപം കൊണ്ട പുതിയ ബാങ്ക് ഏതാണ്? കേരള ഗ്രാമീണ ബാങ്ക്. കേരള ഗ്രാമീണ ബാങ്ക്. ഏതൊക്കെയാണ് കൂടിച്ചേർന്നത്? സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്കും കൂടി കൂടിച്ചേർന്നാണ് കേരള ഗ്രാമീണ ബാങ്ക് ഉണ്ടായത്. ഓക്കെ. 2G സ്പെക്ട്രം അഴിമതി. 2G സ്പെക്ട്രം അഴിമതി അന്വേഷിക്കുന്ന ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷൻ. PC ചാക്കോ എന്നാണ് കേട്ടോ ആൻസർ. അത് ആ ഒരു ടൈമിലാണ് PC ചാക്കോ. ഇന്ത്യയിൽ കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ബംഗ്ലാദേശ്. ഇന്ത്യയിൽ കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യൻ രൂപയ്ക്ക് പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്? D. ഉദയകുമാർ. D. ഉദയകുമാറാണോ? SD. ഉദയകുമാറാണോ? D. ഉദയകുമാർ. SD. ഉദയകുമാറാണ് രൂപയ്ക്ക് പുതിയ ചിഹ്നം നൽകിയത്. 2013 സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവന പരിഗണിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച മലയാള സാഹിത്യകാരൻ ആരാണ്? കേരള മലയാള സർവകലാശാലയുടെ 2013 സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവന പരിഗണിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച മലയാള സാഹിത്യകാരൻ MT വാസുദേവൻ നായരാണ് കേട്ടോ. MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർ. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. കേരളത്തിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങളാണുള്ളത്? കേരളത്തില് 20 ലോകസഭാ മണ്ഡലങ്ങൾ. സർക്കാർ സ്ഥാപനങ്ങൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമായി പൊതുജനങ്ങളിൽ എത്തിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് എന്താണ്? നിർഭയ, അമാജി കേരള, ഗവേണൻസ്, അക്ഷയ. ഏതാണ്? ഗവേണൻസ്. ഗവേണൻസ് ആണ് സർക്കാർ സ്ഥാപനങ്ങളെ കൂടുതൽ സുതാര്യവും പിന്നെ കാര്യക്ഷമമായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തുടങ്ങിയ പദ്ധതി. ഗവേണൻസ്. ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹം? എച്ച്യുസാറ്റ്. ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസി റോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബുൾ മാർക്കറ്റ് എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുൾ മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
1966 ഇന്ത്യയും പാകിസ്ഥാനുമായി ഒപ്പുവെച്ച സമാധാന കരാർ ഏതാണ്? താഷ്കന്റ് കരാർ. താഷ്കന്റ് കരാർ. ചേരികളിൽ ജീവിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ വീട് വെക്കുന്നതിനും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി നിർദ്ദേശിച്ചിരിക്കുന്ന പദ്ധതി ഏതാണ്? ചേരികളിൽ ജീവിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ വീട് വെക്കുന്നതിനും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതി. ഇന്ദിരാ ആവാസ് യോജന, മാർത്താണ്ഡ പദ്ധതി, വാൽമീകി അംബേദ്കർ ആവാസ് യോജന, ഗംഗാ കല്യാൺ യോജന. ഏതാണ്? വാൽമീകി അംബേദ്കർ ആവാസ് യോജന. വാൽമീകി അംബേദ്കർ ആവാസ് യോജന. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അവയുടെ മികവിന് സർക്കാർ നൽകുന്ന ബഹുമതി. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്വരാജ് ട്രോഫി. സ്വരാജ് ട്രോഫി. ലോക നാളികേര ദിനം. ലോക നാളികേര ദിനം എന്നാണ്? സെപ്റ്റംബർ 2. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2. സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. നാട്യശാസ്ത്രത്തിന്റെ കർത്താവ് ആരാണ്? നാട്യശാസ്ത്രത്തിന്റെ കർത്താവ് ഭരതമുനി. ഭരതമുനി. ഈ മഴമേഘങ്ങളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട് കേട്ടോ. മേഘങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ലാൻഡ് ഫോംസ് ഇമ്പോർട്ടന്റ് ആണ്. ലാൻഡ് ഫോംസുകൾ നന്നായി നോക്കിയിട്ട് പോവാം. അത് ചോദിച്ചിരിക്കുന്നത് മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘമാണ്. അറിയാമല്ലോ, നിംബസ് മേഘങ്ങൾ. ഭൂകമ്പങ്ങളെ കുറിച്ച് പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? സീസ്മോളജി. സീസ്മോളജി. ഓക്കെ, സീസ്മോളജി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വെങ്ങാനൂർ പഞ്ചായത്ത്. പറമ്പിക്കുളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പറമ്പിക്കുളം പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതങ്ങൾ കേട്ടോ. ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ. ലോകത്തിൽ ആദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം? ഫ്രാൻസ്. ഫ്രാൻസ്. ഹാർട്ട് ഓഫ് ഏഷ്യ എന്നത് ഏത് രാജ്യത്തിന്റെ വികസനവും സംരക്ഷണവും ലക്ഷ്യമിട്ടിട്ടുള്ള ഏത് രാജ്യങ്ങളുടെ സംരംഭമാണ്? ഹാർട്ട് ഓഫ് ഏഷ്യ. ഹാർട്ട് ഓഫ് ഏഷ്യ എന്നത് ഏത് രാജ്യത്തിന്റെ വികസനവും സുരക്ഷയും ലക്ഷ്യമിട്ടിട്ടുള്ള അയൽ രാജ്യങ്ങളുടെ സംരംഭമാണ്? അഫ്ഗാനിസ്ഥാൻ ആണ് ആൻസർ. അഫ്ഗാനിസ്ഥാൻ. ഹാർട്ട് ഓഫ് ഏഷ്യ എന്നത് അഫ്ഗാനിസ്ഥാന്റെ സുരക്ഷവും വികസനവും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സംരംഭമാണ് ഹാർട്ട് ഓഫ് ഏഷ്യ എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ആനമുടി. ആനമുടി. ഏത് നദിയിലെ ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ? ഏത് നദിയുടേതാണ്? അറിയാലോ, നർമ്മദ. നർമ്മദ നദിയുടെ പദ്ധതിയാണ് സർദാർ സരോവർ. നർമ്മദ നദി. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായ ഹാരപ്പ കണ്ടെത്തിയത് ആരാണ്? ആരാണ് ഹാരപ്പ കണ്ടുപിടിച്ചത്? ആരാണ്? ദയാറാം സാഹ്നി.
തയ്യാറാം സംജ്ഞയാണ് ഹരപ്പ കണ്ടുപിടിച്ചത്. മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് വില്യം ജോൺസ്. വില്യം ജോൺസ് ആണ് മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ആദ്യ ജൈനമത സമ്മേളനം നടന്നത് എവിടെയാണ്? ആദ്യ ജൈനമത സമ്മേളനം പാട്ടലിപുത്രം. ആദ്യ ജൈനമത സമ്മേളനം പാട്ടലിപുത്രം. ആദ്യ ജൈനമത സമ്മേളനം പാട്ടലിപുത്രം. കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ നടപ്പിലാക്കിയ തുഗ്ലക് ഭരണാധികാരി ആരാണ്? കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ നടപ്പിലാക്കിയ തുഗ്ലക് ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക് ആണ് കേട്ടോ. ഫിറോസ് ഷാ തുഗ്ലക്. ഫിറോസ് ഷാ തുഗ്ലക് കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ കൊണ്ടുവന്നത് അദ്ദേഹമാണ്, ഫിറോസ് ഷാ തുഗ്ലക്. മുഗൾ രാജവംശം നിലവിൽ വന്ന വർഷം എന്നാണ്? മുഗൾ രാജവംശം എന്നാണ് നിലവിൽ വന്നത്? 1503. 1500 പറഞ്ഞോ? ബാക്കി മറന്നു. 1526 ആണ്. യെസ്, 1526. 1526 മുഗൾ രാജവംശം നിലവിൽ വന്നത്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ വിദേശ ശക്തി ആരാണ്? ഫ്രഞ്ചുകാർ. ആണോ? ഇംഗ്ലീഷുകാർ. ബ്രിട്ടീഷുകാർ. ഓപ്ഷൻസ് പറയാം. ബ്രിട്ടീഷ്, ഡച്ച്, ഫ്രാൻസ്, പോർച്ചുഗൽ. പോർച്ചുഗീസുകാർ. യെസ്, പോർച്ചുഗീസുകാരാണ് കേട്ടോ. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അവസാനം പിൻവാങ്ങിയത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗൽ. പ്രാർത്ഥന സമാജ സ്ഥാപകൻ ആരാണ്? ആത്മാറാം പണ്ടുരം. ആത്മാറാം പണ്ടൂരാം. പ്രാർത്ഥന സമാജ സ്ഥാപകൻ ആത്മാറാം പണ്ടൂരാം. ഇന്ത്യൻ നവോത്ഥാന നായകന്മാരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. അവർ സ്ഥാപിച്ച സ്ഥാപനങ്ങള് അത് വൃത്തിയായിട്ട് നോക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെ. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന ദേശീയ സമിതി ലോക്പാൽ. ലോക്പാലാണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൗലികാവകാശവുമായി ഉൾപ്പെടാത്തത് ഏതാണ്? സമത്വത്തിനുള്ള അവകാശം, സഞ്ചാര സ്വാതന്ത്ര്യം, സ്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് ടു പ്രോപ്പർട്ടിയിൽ എടുത്തു കളഞ്ഞതാണ് അല്ലെ? റൈറ്റ് ടു പ്രോപ്പർട്ടി ഇല്ല. ഓക്കെ. സർവീസിൽ നിന്ന് വിരമിച്ച ആരെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്? ആരെയാണ് സർവീസിൽ നിന്ന് വിരമിച്ച ആരെയാണ് ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കുന്നത്? ഹൈക്കോടതി ജഡ്ജസിനെ കേട്ടോ. ഹൈക്കോടതി ജഡ്ജിനെയാണ് സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കുന്നത്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഓപ്ഷൻ പറയാം. ന്യൂഡൽഹി, കൊൽക്കത്ത, മുംബൈ, ഡെറാഡൂൺ ആണ് കേട്ടോ. ഡെറാഡൂൺ ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഡെറാഡൂൺ. ആരാണ് കല്ലേൽ പൊക്കുടൻ എന്നറിയപ്പെടുന്നത്? ആരെയാണ് കല്ലേൽ പൊക്കുടൻ? ഓപ്ഷൻസ് പറയാം. കണ്ടൽക്കാട് സൈനികൻ. ഗാനരചയിതാവ്, മാധ്യമ പ്രവർത്തകൻ, വിദ്യാഭ്യാസ ചിന്തകൻ, പരിസ്ഥിതി സംരക്ഷകൻ. ആരെയാണ്? സംരക്ഷകനെ കല്ലേൽ പൊക്കുടൻ എന്ന പേരിൽ പറയുന്നത്. ഓക്കെ. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഏതാണ്? ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി
ഷിയോനാഥ്. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഷിയോനാഥ്. നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ. നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ അരവിന്ദ് അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയാണ് നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ. ഓക്കെ, 2014 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. ഇത്രയും മതി. ഓക്കെ, എന്നാ ലീവ് ചെയ്തോളൂ. താങ്ക് യു. താങ്ക് യു മിസ്.